रुक जाओ दिल दीवाने, पूछूं तो मैं जरा, लड़की है या है जादू, खुशबू है या नशा। रुक जाओ दिल दीवाने, पूछूं तो मैं जरा, अरे लड़की है या है जादू, खुशबू है या नशा। बस वो आए तो झुके मैं देखूं जरा, रुक जा हो दिल दीवाने, पूछूं तो मैं जरा। देखे वो इधर हंस के बेखबर, थम के दिल हम खड़े हैं, गुमसुम सी नजर उसकी है मगर, होठों पे शिकवे बड़े हैं। बात बन जाए तो मैं बात छेड़ू जरा, रुक जा हो दिल दीवाने, पूछूं तो मैं जरा, हर लड़की है या है जादू, खुशबू है या नशा। वो गई घबरा वो गई, मैंने जो उसको पुकारा, ये दिल ले लिया उसने कर दिया, आंखों ही आंखों में इशारा। जान भी जाए तो हम न करूं मैं जरा, रुक जा हो दिल दीवाने, पूछूं तो मैं जरा, लड़की है या है जादू, खुशबू है या नशा। महफिल में हंसी तू ही तो नहीं, रूठे तू इसलिए अकेली, जिस पे यूं फिदा ये दिल हो गया, वो तो है तेरी एक सहेली। मनवा जाए तो बाहों में ले लूं जरा, रुक जा हो दिल दीवाने, पूछूं तो मैं जरा, लड़की है या है जादू, खुशबू है या नशा। बस वो आए तो झुके मैं देखूं जरा,
അക്ഷയ് എന്തോ തകർത്തടാ. താങ്ക് യു. പിന്നെ ഡാൻസ് കളിക്കാൻ നീ ഒരു മിടുക്കനാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായിരുന്നു ലാസ്റ്റ് ഒന്നുമില്ല, കളിച്ചു നോക്കി. കൊറിയോഗ്രഫി ആണോ? അതെ അതെ തന്നെ കാണിച്ചല്ലേ? അതെ. സൂപ്പർ ആയിരുന്നടാ. താങ്ക് യു. അടിപൊളി. ചോദിക്കാം. ചോദിക്കാം. ഷാനിക്ക, അക്ഷയ്, ഇക്ക, ആരൊക്കെയാണ് ഈ പാട്ടിന്റെ ടീംസ്? മൂവി ദിൽവാലെ ദുൽഹനയ ലേ ജായേംഗെ. ആരെ വാ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജതിൻ സാർ, ലളിത് സാർ. ഉം, പാടിയത് ഉദിത് നാരായൺ സാർ. ഉം. ലിറിക്ക് ആനന്ദ് ബക്ഷി സാർ. ഓക്കെ, താങ്ക് യു ശരി. സാർ. അക്ഷയ് നന്നായിട്ട് പാടി. താങ്ക് യു. നമുക്ക് സസ്റ്റെയിൻസ് ഒന്ന് ശ്രദ്ധിക്കണം. Okay. എസ്പെഷ്യലി പല്ലവി എൻഡില് നഷ, ആ നഷയുടെ ഒരു സസ്റ്റെയിൻ ഉണ്ടല്ലോ. ഓ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ തോതിലുള്ള ഒരു വില്ലൻ എന്ന് പറയുന്നത് ശ്രുതി. കുറച്ച് ശ്രുതി അവിടെ ഇടയ്ക്ക് ഇങ്ങനെ വേവർ ചെയ്ത് കളിക്കുന്നുണ്ട്. പക്ഷെ ആറ്റിറ്റ്യൂഡ് കറക്റ്റായിരുന്നു, ആറ്റിറ്റ്യൂഡ് പെർഫെക്റ്റ് Thank you. ആയിരുന്നു. പിന്നെ ഈ പാട്ടിന് വേണ്ട ഒരു ഷാറുഖ് ഖാൻ കൊടുത്ത ഒരു ചാമുണ്ട് ഈ പാട്ടിന്, ആ ചാമും ഉണ്ടായിരുന്നു. താങ്ക് യു. അപ്പോൾ ഒട്ടുമിക്ക പരിപാടികളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ ശ്രുതി കുറച്ച് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അതിനി ഈ ഓവർ ഡാൻസ് അതുകൊണ്ട് ടയർഡായോ? എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടിപ്പോയി. ചെറുതായിട്ട്. ഏതാ എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടിപ്പോയി. എടാ, അത് ഭയങ്കര ഒരു അപകടം പിടിച്ചൊരു സീനാണ് കേട്ടോ. എക്സൈറ്റ്മെന്റ് കൂടി. കാരണം ബി ജിയിലൊക്കെ അക്ഷയ് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഗ്ലാസ് വെച്ചു, സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. ആ കമ്മ്യൂണിക്കേഷൻ, എല്ലാവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം സ്റ്റേജ് അക്ഷയ് കൊണ്ടുപോയി, അതിൽ യാതൊരു ഡൗട്ടുമില്ല. ശ്രുതി മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പിന്നെ ഡിക്ഷൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ. അതർവൈസ് നല്ല രസമുണ്ടായിരുന്നു കാണാനും ഒരു പരിധി വരെ കേൾക്കാൻ. താങ്ക് യു. ഓക്കെ, ബേസിക്കലി ഈ സോങ് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ്, ചാം എന്നൊക്കെ പറയും. കാരണം അതിൽ ഷാറുഖ് ഖാൻ ഇങ്ങനെ അർമാദിച്ച് കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം രസമുണ്ടായിരുന്നു, ഒട്ടുമിക്ക രസമുണ്ടായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ശരത് സർ. അക്ഷയ്, സാർ. നല്ല രസമുള്ള ഒരു പാട്ട് അക്ഷയ് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. എനിക്ക് ആകെ പറയാനുള്ള മൊത്തത്തിൽ ഈ പല്ലവിയുടെ ഉണ്ട്, 3 ചരണങ്ങളുടെ ഉണ്ട്, എല്ലാം ഒന്ന് തന്നെയാണ്. അതിനൊരു ക്ലാരിറ്റി വേണം. ഓക്കെ സാർ. ആകെപ്പാടെ ഇത് പാടി കുറച്ച് ഫലിപ്പിക്കാനുള്ളത് അതേ ഉള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് പാടണ്ടേ? പാടാം. അതെന്താ അങ്ങനെ? ഡാൻസൊക്കെ ഭീകരമായിരുന്നു കേട്ടോ, അസാധ്യം. സാർ. കാരണം എനിക്ക് ഡാൻസിനെ പറ്റി ഒരു ചുക്കും അറിഞ്ഞൂടാ, എങ്കിലും എനിക്ക് രസിക്കാൻ ആർക്കും പറ്റുമല്ലോ. നല്ല രസമുണ്ടായിരുന്നു, താങ്ക് യു സാർ. നല്ലൊരു ഗ്രേസ് ഉണ്ടായിരുന്നു. ഇതെന്താണ് അവിടെ ഒരു കുഴപ്പം? നമുക്കത് പാടിയാലോ? അത് പാടാം സാർ. छुके में देखूं जरा പാസ് पासवा आए तो छुके में देखूं जरा छुके में देखूं जरा छुके में देखूं जरा रुक जा. മതി. അത് ഈ ഒരു സുഖം ഉണ്ടായിരുന്നു, എന്ത് രസമായിരുന്നു. അവിടെ എല്ലാം അക്ഷയ്ക്ക് അത് കൃത്യമായിട്ട് പാടാൻ പറ്റിയിട്ടില്ല. എവിടെ ഒരു സ്ഥലത്ത് അങ്ങോട്ട് അബദ്ധം പറ്റി വന്നിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അവിടെ നിനക്കൊരു സന്തോഷവും ഇല്ല, തെറ്റിയെന്ന് വിചാരിച്ച് നിൽക്കുക. അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒഴിച്ചാൽ ബാക്കി നല്ലതായിരുന്നു. താങ്ക് യു സാർ. അതിന് നിരന്ന് കിടക്കുകയല്ലേ 3 അപ്പോൾ അത് ഇതിൻ്റെ ഈ പാട്ടിൻ്റെ ഒരു വൈബ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയണ്ടത്, നമുക്ക് ആ പാട്ട് തരേണ്ട ഒരു വികാരം നീ ഡാൻസ് ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ട്. നല്ല ഓളമുണ്ട്. പക്ഷേ ഈ പാട്ട് ആ ഒരു മ്യൂസിക്കൽ എലിമെൻ്റ് അവിടെ ഉള്ളത്, മറ്റെല്ലാം ചുമ്മാതാണ്. അപ്പോൾ അത് ഒന്ന് കൃത്യമായിട്ട് പാടുക എന്നുള്ളതാണ് ഒരു പാട്ടുകാരൻ്റെ ധർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നു സാർ. അപ്പം പിന്നെ അധർമ്മത്തിൻ്റെ വഴിയിലൂടെ പോവരുത്. ഓക്കെ സാർ. ഒരു സംഗതി പാടി തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ അധർമ്മമാണത്. ആ വഴി സ്വീകരിക്കരുത്, നല്ല വഴിയിലൂടെ സഞ്ചരിക്കുക. ദൈവം കൂട്ടുണ്ടാവും കുഞ്ഞെ, നിനക്ക് എല്ലാ നന്മയും ഉണ്ടാവട്ടെ. താങ്ക് യു സാർ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ചേച്ചി. അക്ഷയ്, ചേച്ചി. വോയിസ് ത്രോ നന്നായിരുന്നു. താങ്ക് യു ചേച്ചി. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ആ വോയിസിന്റെ ഒരു ടെക്സ്ചറിൽ. അത് ഈ പെർഫോമൻസ് പ്രത്യേകിച്ച് എല്ലാവരും പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പെർഫോമൻസ് എന്ന് പറയുമ്പം ഇത് നമ്മുടെ മനസ്സിൽ ഷാറുഖ് ഖാൻ ആ ഓടിച്ചാടി നടന്ന് ഒരുപാട് എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് അഭിനയിച്ചൊരു പാട്ടാണ്. അപ്പം അത് എത്ര മനോഹരമായിട്ടാണ് പാടിയിരിക്കുന്നത് അല്ലേ?
ഈ ഭാഷ ഒന്നും അറിയാണ്ട് അക്ഷയ് നന്നായി പാടി. താങ്ക് യു ചേച്ചി. എനിക്ക് അക്ഷയ് ഇത് ചില ഭാഗങ്ങളൊക്കെ ഇതൊന്നും എന്താ പാടുന്നതിന്റെ അർത്ഥം ഒന്നും അറിഞ്ഞൂടല്ലോ, ഇല്ല ഒരു വക അറിഞ്ഞൂടല്ലോ. ഇല്ല. എല്ലാം ചിരിച്ച് നല്ല സ്റ്റൈലായിട്ട് പാടി. നന്നായിരുന്നടാ. താങ്ക് യു ചേച്ചി. ഞാനിങ്ങനെ നോട്ടീസ് ചെയ്യായിരുന്നു, കാരണം ഇതിന് മുന്നേ പാടുമ്പോഴൊക്കെ ഈ വോയിസ് എങ്ങനെയാണ് ഞാൻ പുറത്തെടുക്കേണ്ടത്, എങ്ങനെയാണ് ഗെയിന് കൊണ്ടുവരേണ്ടത് എന്നൊന്നും ഒരു പിടിയില്ലാത്ത ഒരാൾ ഇപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. ഒരു വോയിസ് ഇപ്പോൾ കേൾക്കാം, ആ വോയിസ് കേൾക്കാം. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത്. പിന്നെ കോൺഫിഡൻസ്. അത് ഇനി ഈ പറഞ്ഞ മാതിരി നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാം ഇരുന്ന് സംസാരിച്ചപ്പോൾ മോനെടുത്ത് ആ ഫീലിൻ്റെ കാര്യം പറഞ്ഞു. അത് നമുക്കിനി മാറ്റി ആ വോയിസിലേക്ക്, ആ പ്രസൻസ് ഉള്ള വോയിസിലേക്ക് ഒരു ഫീല് കൊണ്ടുവരണം. അതാണ് ചെയ്യാനുള്ളത്. ഈ പാട്ടിനകത്ത് ഈ പറഞ്ഞ ഒരു പോയിന്റ്, സാർ പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത്. എല്ലായിടത്തും ആ ഒരു സംഗതി കൂടെ ക്ലിയർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു തെറ്റില്ലാണ്ട് നിന്നേനെ. കാരണം ആ പാട്ടിൽ ആ സംഗതി വരുമ്പോൾ മാത്രം അത് പാടി, മോനെ അത് പാടി, പക്ഷെ അതിന് ക്ലാരിറ്റി ഇല്ലായിരുന്നു ആ സംഗതിക്ക്. അതായിരുന്നു മിസ്സിങ് ആയി തോന്നിയത്. അല്ലാതെ നല്ല രീതിയിൽ തന്നെ കോറസില്ലേ, നമ്മുടെ കോറസുകാരെവിടെ, ആ നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നുടാ. നൈസ് സോങ് സെലക്ഷൻ. പിന്നെ ആ ഡാൻസ് സ്റ്റെപ്സ് അതൊക്കെ കിടിലായിരുന്നു. താങ്ക് യു ചേച്ചി. ആള് ഫുൾ എന്തായിരുന്നു, പവറായിരുന്നു ഡാൻസിൽ. ലാസ്റ്റ് പല്ലവി ആയപ്പോഴത്തേക്ക് പാട്ടൊക്കെ തീർന്നു, ഇനി എനിക്ക് ഡാൻസ് ചെയ്യാനുള്ള രീതിയിൽ സെറ്റായി എല്ലാം. കിടിലായിരുന്നു. പിന്നെ ചിരിച്ച് പാടി. വെരി നൈസ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് വെക്കാം. ചോദിക്കാം. ശരത് സാർ. എടാ ചെക്ക, സാർ. ബച്ചനായ ഹസീനോ അതൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഏത് ഫിലിമിൽ? ഹം കിസി സേ കം നഹീ, ആർ ഡി സാറിൻ്റെ പാട്ടാണ്. അത് തന്നെ ഈ തുടക്കം. അതെ, അതുകൊണ്ട് നിനക്ക് 8.8 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. 8.8. താങ്ക് യു സാർ. ചേച്ചി. സത്യം പറ, ബച്ചനായ ഹസീനോ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എനിക്കൊന്ന് പുതിയ അതൊന്ന് പാടി, വേർഷൻ ഫസ്റ്റ് ലൈൻ. രൺബീർ ബച്ചനാ ഏത് വേർഷനാ കേട്ടത്? ബച്ചനാ ഹേ ഹസീനോ आ गया बचना ओ हसीनो रो मैं आ गया तरन का तरलता बचना രുക്ക് ജാ ഓ ദിൽ ദീവാനെ. അതാണ് ഉദ്ദേശിച്ചത്. അതൊന്നും വേണ്ട മാഷേ, അത് വായിച്ചാൽ നിർത്തണമെന്നാ. അത് വായിച്ചിട്ടേ നിർത്താൻ പാടുള്ളൂ. ബച്ചനാ ഹേ ഹസീനോ രുക്ക് ജാ ഓ ദിൽ ദീവാനെ. അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ചു തലയാട്ടിയപ്പോ ഈ പാട്ട് അറിഞ്ഞൂടാന്ന്. അറിയാം ചേച്ചി. അറിയാം. പാടിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. എന്നാൽ അതും പാടിക്കോ. ഇതാ മാർക്സ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. 0. ഓക്കെ, സോ ടോട്ടൽ 17.6. സൂപ്പർ. ഓക്കേടാ.